ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴുത്ത ചക്കയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് കളറിന് ആവശ്യത്തിന് ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കണ്ട് നന്നായി ഒന്ന് കുഴച്ച് നല്ല ബാറ്ററാക്കി എടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ചക്കച്ചുളയിലുള്ള ചക്കക്കുരു എടുത്ത് മാറ്റണമെങ്കിൽ നല്ല പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചക്കച്ചുളയിലുള്ള കുരുവൊക്കെ എടുത്ത് മാറ്റാം. ഇതുപോലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ചക്കച്ചുളയും മാവിൽ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് കുറച്ച് കട്ടിയിലായിരിക്കണം, എന്നാലുള്ള ഇതുപോലെ ചക്കച്ചുളയിൽ നിന്നും അടർന്ന് പോകാതിരിക്കുക. ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.